ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹത്തയിലേക്കാണ്. ദുബൈയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. ഇത് ആക്ച്വലി ഒരു ഓഫീസ് ട്രിപ്പാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിലുള്ള ഒരു ഇൻവെസ്റ്റർ സ്പോൺസർ ചെയ്തൊരു ട്രിപ്പാണ്. കംപ്ലീറ്റ്ലി സ്പോൺസർഡ് ട്രിപ്പാണ്. അപ്പോൾ ഫാമിലിയും കൊണ്ടുവരായിരുന്നു. അങ്ങനെ ഞാൻ കൂടെ പോയതാണ്. ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരുടെയും. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് കയാക്കിങ്ങിനാണ് കേട്ടോ. ഗ്രൂപ്പായിട്ടുണ്ട്, അല്ലാതെ സിംഗിളായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡബിളായിട്ടുണ്ട്. പല ടൈപ്പ് കയാക്കിങ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് നമ്മളെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ടൊരു ബോട്ടിൽ കറങ്ങാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ 2 പേഴ്സൺ അല്ലെങ്കിൽ 1 പേഴ്സൺ കയാക്കിൽ പോയത്. വെറൈറ്റി ഓഫ് കയാക്കിംഗ് ഉണ്ട് കേട്ടോ. സിംഗിൾ, ഡബിൾ, പിന്നെ ഒരുപാട് വേറെ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡബിളിലാണ് പോയത്. കാരണം സിംഗിളായിട്ട് പോയി വെറുതെ അവിടെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഫാടെ കൂടെയാണ് പോയത്. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഇതൊന്നും താല്പര്യമില്ലെന്നല്ല, കുറച്ച് പേടിയാണ്. എന്നൊട്ടും വിശ്വാസമില്ല. അപ്പം എന്തായാലും ഇതിനൊന്നും മുതിരാറില്ല. ഇഫ എന്ന് പറയുന്നത് കമ്പനിയിലെ ബോസിൻ്റെ മോളാണ് കേട്ടോ. മീൻസ് എൻ്റെ ഇക്കാടെ മാമാടെ മോളാണ്. അപ്പോൾ നമ്മൾ കയാക്കിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വിട്ടത് വേറൊരു സ്ഥലത്തേക്കാണ്. അവിടെ എന്ന് പറയുന്നത് കുറേ അഡ്വഞ്ചറസ് ഗെയിംസുകളാണുള്ളത്. സിപ്പ് ലൈൻ ആയാലും പിള്ളേർക്കുള്ള ഈ പ്ലേയിങ് ഏരിയ ആയാലും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗെയിംസുകളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ട്രക്കിംഗ് ആയിരുന്നു. കാരണം ഒരു കമ്പനി പരമായിട്ടുള്ള ഒരു ട്രിപ്പായതുകൊണ്ട് തന്നെ ട്രക്കിംഗ് മെയിനായിരുന്നു. അപ്പോൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം പോകണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ ഇറങ്ങി, കാരണം വെയിലുണ്ടായിരുന്നു. പിന്നെ നടന്ന് വന്നപ്പോൾ ഒരു ഫ്രൂട്ട് കണ്ടു. ഒരു ചെറിയ, എന്താണെന്ന് അറിയത്തില്ല, ഒരു ചെറി പോലത്തെ ഒരു സംഭവം. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പഴുത്തത്. അപ്പോൾ അതും കഴിച്ച് നടന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് ടയേർഡായി. നല്ല വെയിലുള്ള ഉച്ച സമയമല്ലായിരുന്നു. അപ്പോൾ കുറേ കുറുക്ക് വഴിയൊക്കെ കണ്ടെത്തി അതിൽ കൂടെയൊക്കെയാണ് പെട്ടെന്ന് എത്താൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് പോയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് സിപ്പ് ലൈനിലാണ്. ഞാനിപ്പോൾ സിപ്പ് ലൈൻ ചെയ്യാൻ പോവുകയാണ്. തിരിഞ്ഞോക്ക് വേഗം പോണു. നല്ല കാറ്റുണ്ടായിരുന്നു, തണുത്ത കാറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചെറിയൊരു വെള്ളം പോലെയുള്ളൊരു പോണ്ടെന്ന് പറയാം, എന്തോ നല്ല ആഴം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചെറിയൊരു പ്ലേസാണ്. അപ്പം ഇതെല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അവിടെ എപ്പോഴും ഉള്ളവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള പ്ലേസുകൾ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെള്ളത്തിൽ കളിച്ചിട്ട് ഡ്രോൺ ഉണ്ടായിരുന്നു ഒരാളുടെ കയ്യിൽ. അപ്പം ഡ്രോൺ വെച്ചിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ പ്രഹസനമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ, നല്ല വിശപ്പുണ്ടായിരുന്നു, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാനായിട്ട് നല്ല വിശന്നാണ് ഇരുന്നത്. ഈ വെള്ളത്തിൽ ഇറങ്ങി എല്ലായിടത്തും പോയി ഫുൾ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സോ അങ്ങനെ വീഡിയോസും എടുത്ത് പ്രഹസനമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ആ ഇൻവെസ്റ്റർ, നമ്മളെ സ്പോൺസർ ഇല്ല, ആളുടെ ഫാം ഹൗസിലേട്ടാണ് നേരെ വിട്ടത്. അവിടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്തു. സൂപ്പറായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് 5-6 ഹോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം എല്ലാവരും ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്തു. പിന്നെ ഗാനമേള. ഫസ്റ്റ് മാമ തന്നെ പാട്ട് പാടി തുടങ്ങി. പിന്നെ പിറകിൽ എല്ലാവരും, മിക്കുള്ളവരും പാട്ട് പാടി, ഓഫീസിലുള്ളവരൊക്കെ. അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഫുഡിങ്, അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.